ഹായ് ഹലോ. അപ്പോൾ നമ്മളെ വീണ്ടും കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കൊരു യാത്ര പോവുകയാണ്. ഇപ്രാവശ്യത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വിത്ത് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. യാത്രയിൽ എനിക്ക് മാത്രമേ ടിക്കറ്റുള്ളൂ, വൈഫിനും മോക്കും ഫ്രീ ആണ്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളതേ സൂചിപ്പാറയ്ക്കൊക്കെ അടുത്ത്, ചൂരൽമലയ്ക്കടുത്ത് ഒരു സ്ഥലത്താണ്, വയനാട് ജില്ലയിൽ. നമ്മുടെ വൈഫിൻ്റെ ചേച്ചീൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നാടൻ കാഴ്ചകളും കുടുംബ വിശേഷങ്ങളും പങ്കുവെക്കാൻ പോവാണ്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ മുന്നിൽ രണ്ടാൾക്കാർ പോകുന്നുണ്ട്, കാണിച്ചു. വൈഫും മോളും ഉണ്ട് കേട്ടോ. ഇത് നേരെ ചൂരൽമലയ്ക്കാണ്. ഇതാ മേപ്പാടിക്കുള്ള റോഡ്. ചുറ്റും തേയിലക്കാടുകളാണ്. അപ്പം നമുക്കിവിടെ നടന്നു നോക്കാം. നമ്മുടെ തൊട്ടു മുന്നത്തെ വീഡിയോ ചൂരൽമലയിലെ കാഴ്ചകളായിരുന്നു. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വയനാട് ജില്ലയിൽ മേപ്പാടിക്കടുത്താണ് ചൂരൽമല എന്ന ഗ്രാമം ഉള്ളത്. മേപ്പാടിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അത്തിച്ചോട് എന്നാണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാറിയിട്ട് സൂചിപ്പാറയും 1.5 കിലോമീറ്റർ മാറിയിട്ട് ചൂരൽമല ടൗണും ഉണ്ട്. പിള്ളേർ റോഡൊക്കെ നന്നാക്കുന്നുണ്ട്. ഇതിലെ സൂചിപ്പാറയ്ക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. എന്താ പരിപാടി? ഇതാണ് നമ്മുടെ വൈഫിൻ്റെ ചേച്ചീൻ്റെ വീട്. വീട് മാറിപ്പോയാ? ഇതന്നെയല്ലേ വീട്? അയ്യോ, ഇവിടെ നിറച്ച് ആൾക്കാരുണ്ടല്ലോ. കുറേ ചെരുപ്പുകളുണ്ട്. വാത്തയാ? വാത്ത മാത്രമല്ലല്ലോ, വാത്തകള് കൂട്ടിലൊരു വേറെ സാധനം. ഇതാണ് വൈഫിന്റെ ചേച്ചി ശ്രീജ. എവിടെ മോളൊക്കെ അടുക്കളയിൽ പണി. ഇതൊക്കെ നമ്മുടെ സജിയേട്ടന്റെ പരിപാടി കേട്ടാ. ചിങ്കു ഇത് വാത്തനാ? വാത്ത കോഴി കുഞ്ഞുങ്ങൾ. ഇത് വാത്ത കുഞ്ഞുങ്ങളാ? വാത്തേൻ്റെ കുഞ്ഞുങ്ങൾ. വാത്ത കുഞ്ഞുങ്ങളെ കണ്ടോ? വാത്ത കുഞ്ഞുങ്ങൾ. ഈ ഷീജ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ആ, കപ്പ ബിരിയാണി. നമ്മൾ വന്നപ്പോഴത്തേനോട് കപ്പ ബിരിയാണി ഉണ്ടാക്കി. അത് കൊത്തു പോടി അവിടുന്ന്. നമുക്ക് താറാവിനെ പോലെ തോന്നുമെങ്കിലും വാത്തയാണ് കേട്ടോ. വാത്ത ഞങ്ങളേ കപ്പ ബിരിയാണി തിന്നാൻ പോട്ടോ. കപ്പ ബിരിയാണി, കിടലൻ കപ്പ ബിരിയാണി. അടിപൊളി കപ്പ ബിരിയാണി കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വരുമ്പോ 9 മണിക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയേ. നിങ്ങൾ നേരം പോയി നമുക്ക് അടുപ്പ് കൊണ്ടുവച്ച് പഠിച്ചു നിങ്ങൾ വെള്ളം പോകുന്ന അത് മുട്ടക്ക് തിന്നു.
മേടിക്കും പറ്റും. നമുക്ക് വേണത് പോകും. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവരെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം. എന്താ ഇവർക്ക് കുറേ വാർത്തകളുണ്ട്, നനഞ്ഞടക്കാണ്. നമ്മൾ പയ്യെ ഇതിലൂടെ നടക്കാം. ഈ വാർത്ത കൊത്തുവോ? അയ്യടാ കുഞ്ഞാണ്. ഈ ഉണ്ടായിരിക്കാടെ എണ്ണ ചൂടാവില്ലത്, ഒരു മര്യാദ വേണ്ടേ? ആ ഇതിന് ഇതിലൊന്ന് ഇറങ്ങി വെക്കാം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പം നമ്മൾ മുഖം കുത്തി വയ്ക്കും. ഇതുണ്ടോ, ഇതാദ്യൊരു മീനൊക്കെ വളർത്തുന്ന ഒരു കുളമായിരുന്നു, ഇപ്പോൾ ഈ പായൽ വളർത്തുന്നതായി. തേനീച്ചേനെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഇതിൽ തേനീച്ച ഒന്നും കേട്ടാ. ഇതൊക്കെ തേനീച്ചേനെ വളർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം ഇതിൽ തേനീച്ചില്ല. ഇതേതൊരു പഴയ വീടാണ്. ഒരു വഴുതനങ്ങ, കുറച്ച് സ്ഥലമുള്ളെങ്കിലും ചീര, പപ്പായ, മാവ്, ഇതൊക്കെ ഏലക്ക നട്ടാട്ടോ. ഏലത്തിൻ്റെ ചെടിയാണ് നട്ടിട്ടുള്ളൂ. അസോള എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ, അസോള ഇതിവിടെ കൃഷി ചെയ്യുന്നതാണ്. നല്ല പൈസ കിട്ടുമെന്ന് തോന്നണേ. അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ പോരാ. കുളം നിറച്ച അസോളയാണ്. ഇതൊക്കെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ്. വെറുതല്ല, വെറുതെ ഇതാണ് അതിര്. അതിൽ കൂടെ ചെറിയ കുഞ്ഞൻ തോടുണ്ട്, കണ്ട, അതൊരു തോടാണ്. പിന്നെ ആ കുന്നിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഒരു വണ്ടി പോകുന്നുണ്ട് അതിൽ. കുറച്ച് സ്ഥലമുണ്ടെങ്കിലും ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, കുരുമുളക്, ഇനിയുണ്ട് ഇതാ കരിമ്പ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പേരക്ക, മാങ്ങ, അതുപോലെ തന്നെ മുരിങ്ങ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവമുണ്ട്. ഇത് കരിമ്പാണ് കേട്ടോ. ആയിട്ടില്ല, നമുക്ക് വെട്ടാനായിട്ടില്ല. മൂത്ത കഴിഞ്ഞാൽ വെട്ടി കഴിക്കാൻ പറ്റും. കുറച്ച് സ്ഥലമുള്ളൂ, ഉള്ളിടത്ത് ഓണം പോലെ എന്ന് പറഞ്ഞാൽ വാഴ കൃഷിയുണ്ട്. അവിടെ ഒരു വാഴയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചേമ്പ്, ഇഞ്ചി, കവുങ്ങ്, നല്ലൊരു നാട്ടുമ്പുറമാണ് ഈ മേപ്പാടിയിലെ ഈ ദേശം. ഇവിടെ ഒരു മരം ഉണ്ട്, അതിലൊരു കായുണ്ട്. അപ്പോൾ അത് ബട്ടർ ഫ്രൂട്ടാണെന്ന് പറയുന്നത്, ബട്ടർ ഫ്രൂട്ട്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന ബട്ടർ ഫ്രൂട്ട് അല്ല കേട്ടോ, ഇത് വേറൊരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മരം. ഇനി ആ കായ് ഞാൻ കാണിച്ചു തരാം. എന്താ ഇതാണിത്. ശരിക്കും നമ്മൾ കാണുന്ന സാധാരണ കാണുന്നൊരു ബട്ടർ ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇവർ പറഞ്ഞത് ബട്ടർ ഫ്രൂട്ടാണ്. ഇതെന്ത് ബട്ടർ ഫ്രൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുക്കളയിൽ കൂടെ വന്നു കേട്ടോ. ഇത് പിന്നെ എല്ലായിടത്തും ഉള്ളതാണ് പാഷൻ ഫ്രൂട്ട്. ചെറിയ ഫാഷൻ ഫ്രൂട്ടാണ്. മഞ്ഞൾ, കവുങ്ങ്,
ചെറിയ കവുങ്ങും തൈ, ചേമ്പും തൈ. അമ്മേ, ഒരു പോള നട്ടിട്ടുണ്ട്, പക്ഷെ ഇത് പിടിച്ചിട്ടില്ല. ഇവിടെ ഭയങ്കര പന്നിശല്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു നാരങ്ങ മരമാണ്. എന്ത് നാരങ്ങയാണ് എനിക്കറിയില്ല, പക്ഷെ ഒരു നാരങ്ങ ഉണ്ട്. ഉണ്ടോ? ഒരു നാരങ്ങ ഉണ്ട്. എന്ത് നാരങ്ങയെന്ന് അറിയില്ല, നല്ല പൊക്കത്തിലാണ്. ഞാൻ സൂം ചെയ്തിട്ടാണ്. കറിവേപ്പാണ്. പിന്നെ കോഴികൾ. ഞാൻ വെറുതെ ഒന്ന് നടക്കാറിങ്ങിയാണ്. ഫുൾ തേയിലക്കാടുകളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഈ ആദിവാസികളുടെ വീടുകൾ കുറേ ഉണ്ട്. കുറേ ദൂരെ അത് കണ്ടോ, ഒരു കോട ഇറങ്ങുന്നൊരു മല. നട്ടുച്ചയ്ക്കും കോടയുള്ള വയനാട്ടിലെ സ്ഥലം. ഇത് നമ്മുടെ ചൂരൽമല അടുത്താണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് കോട ഇറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണിത്. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിച്ചോളൂ. ഇപ്പം സമയം 1:30. അപ്പോഴാണ് നമ്മൾ ആ കോട ഇറങ്ങുന്ന കാഴ്ച കണ്ടത്. നമ്മൾ പണ്ട് സൂചിപ്പാറയിൽ പോയത് ഈ വഴിയിലൂടെയാണ്. ഇതിൽ നമുക്ക് പോകാൻ പറ്റും, പക്ഷേ ഇത് പൊതുവഴിയല്ല. ഇത് ഒരു വ്യക്തിയുടെ സ്ഥലമാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് സൂചിപ്പാറ പോകാൻ പറ്റും. ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, സൂചിപ്പാറയിലെ കാഴ്ചകളൊക്കെ. എൻ്റെ വൈഫിൻ്റെ ചേച്ചി വീടാണ് ഇവിടെ ഉള്ളത്, നമ്മളിന്ന് കാണിച്ചത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചൂരൽമലയിലോട്ടെത്താം. ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൂചിപ്പാറയിലോട്ടെത്താം. അപ്പം നമ്മളിപ്പോൾ ശനിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. നല്ല കിടില സ്ഥലം കേട്ടോ. ഇതെന്താ, ഇതാണ് വയനാടിൻ്റെ ഒരു പ്രത്യേകത. നല്ല അടിപൊളി വൈബാണ് ഈ വയനാട്ടിൽ എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ വയനാട് തിരഞ്ഞെടുക്കുന്നത്. വയനാട്ടിലെ ഗ്രാമത്തിലെ ഇതുപോലുള്ള കാഴ്ചകളൊന്നും ആരും കാണാൻ സാധ്യത കുറവാണ്. അതാണ് ഞാൻ വയനാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങളെ കൂടുതൽ കാണിക്കുന്നത്. ഇത് എൻ്റെ ഇടവകപ്പള്ളിയാണ്. വയനാട് ജില്ലയിലെ കടൽമാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. ഇവിടേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്, കോഴിക്കോട് നിന്ന്. മോൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയുണ്ട്. ഇവിടെ ഒരു അനുമോദന ചടങ്ങുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമുക്കിനി കുർബാന കഴിഞ്ഞ് കാണാം. റോസ്ലിൻ അൽഫിലിപ്പ് ഈ ഇടവകയ്ക്ക് അത്ര സുപരിചിതമല്ലാതിരിക്കെ ഈ ഇടവക അംഗമാണെങ്കിലും കുഞ്ഞ് പഠിക്കുന്നത് കോഴിക്കോട്. അവർ താമസിക്കുന്നത് കോഴിക്കോടാണ്. ആ കുട്ടിയോടുള്ള ആദരവ്. അതിനൊപ്പം തന്നെ മറ്റൊരു ഇതും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് അത് നൽകുന്നത് റോസ്ലിൻ അന്നയ്ക്ക് മാത്രമല്ല, വിഷലി അവിടുന്ന് വടുവച്ചാന്ന് വാങ്ങിച്ചിരുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനോട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ.
മോൾക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും കോഴിക്കോട് ചുരം ഇറങ്ങുകയാണ്. എന്ത് മനോഹരമല്ലേ! ചുരത്തിലെ ഈ കാഴ്ച കാണാൻ കോട ഇറങ്ങി കിടക്കുകയാണ്. ചാറ്റൽ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, അടിപൊളി കാലാവസ്ഥ. ഈ മെമൻറ്റോകൾ നൽകുന്നതേ ഒന്ന് TV ജോർജ് തണ്ടായിൽ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്. ജോർജേട്ടൻ്റെ ഈ പള്ളിയിൽ ശുശ്രൂഷകനായിരുന്ന ജോർജേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന മെമൻറ്റോ. അതിൽ നമ്മുടെ ആമോസ് ടീമാണ് മുൻകൈ എടുത്ത് നൽകുന്നത്. അതുപോലെ തന്നെ YMCAയുടെ ഒരു മെമൻറ്റോയും. അങ്ങനെ 2 മെമൻറ്റോകളാണ് മോക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഈ സമയത്ത് ജോർജേട്ടൻ്റെ ഫാമിലിക്കും അതുപോലെ തന്നെ കടൽമാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആമോസ് ടീമിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.